ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് അൽ ഹാജ നമ്മുടെ പൂവൻപാറ ആറ്റിങ്ങലുള്ള ഹോട്ടൽ ആനാടിൻ്റെ ഇറച്ചി എന്നൊക്കെ നമ്മൾ പെട്ടെന്ന് കണ്ണിൽ കിട്ടുന്ന ഒരു ഷോപ്പിലാണുള്ളത്. അവിടെ മന്തി കഴിക്കാൻ എത്തിയിരിക്കുകയാണ്. ബീഫ് മന്തി കഴിക്കണമെന്ന് പറഞ്ഞാണ് വന്നത്. അപ്പോൾ ബീഫ് മന്തി കഴിക്കാം. ഇൻറ്റീരിയർ വെച്ചിട്ട് നോക്കുമ്പോൾ അടിപൊളിയായിട്ടില്ലേ? അടിപൊളിയായിട്ടുണ്ട് ഗൈസ്. അവരെ കസ്റ്റമർ സർവീസൊക്കെ കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. ബാത്റൂം അത്ര പോരാ കേട്ടോ, ബാത്റൂം കുറച്ചുകൂടി ക്ലീൻ ആക്കാനായിട്ടുണ്ട്. ഇതാണ് സാമ്പൂട്ടൻ, ഇതാണ് വിമൽ ഗൈസ്. അപ്പോൾ പെട്ടെന്ന് തന്നെ മന്തിയൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. മന്തിയിൽ ഏകദേശം ഒരു 3-4 ബീഫ്, ഒരു 3 പീസ് ബീഫ്, ഒരു വലിയ പീസും പിന്നെ 2 കുഞ്ഞു പീസ് ബീഫ്. ടെൻഡറായിട്ടുള്ള ബീഫായിരുന്നു, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അതേ നല്ല പൊടിഞ്ഞു പോകുന്ന ബീഫായിരുന്നു. പക്ഷേ കുറച്ച് നെയ്യ് ഉണ്ടായിരുന്നു, പ്രശ്നമില്ല. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ സംഭവം നല്ല ചൂടുണ്ടായിരുന്നു. നമ്മൾ ഏത് ടൈമിൽ തിന്നാലും നല്ല ചൂടുണ്ട് റൈസ്. അപ്പോൾ മന്തി വന്നിട്ടുണ്ട്. മന്തി റൈസൊക്കെ വെച്ചിട്ട് കഴിച്ചിട്ട് നോക്കിയാലേ പറയാൻ പറ്റത്തുള്ളൂ. ഇവിടെ ആക്രാന്തം കൊണ്ട് കഴിക്കാൻ ഇരിക്കുന്ന ഗൈസ്. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെയും കൊണ്ടാണ് ഗൈസ് പോയത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവന്മാർ ഈ ഫുഡ് കഴിക്കാനുള്ള വെപ്രാളം കൊണ്ട് നിൽക്കുകയാണ്. എനിക്കാകെ കുറച്ച് എല്ലേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ, എന്നാലും കുഴപ്പമില്ല. നമുക്ക് ആദ്യം കിട്ടിയ മയണൈസിൽ കുറച്ച് ഒരു കുഞ്ഞു മുടി ഉണ്ടായിരുന്നു കേട്ടോ, ഒരു ചെറിയ മുടി ഉണ്ടായിരുന്നു. നമ്മൾ കാര്യം വെക്കില്ല, മാറ്റിത്തരാൻ പറഞ്ഞപ്പോൾ അവർ പെർഫെക്റ്റ് ആയിട്ട് മാറ്റി തന്നിട്ടുണ്ട്. പക്ഷേ റൈസ് ഒരു ചെറിയ ഫ്ലേവേർഡ് റൈസായിരുന്നു. നമ്മൾ എല്ലാ മന്തിയും പോലെയുള്ള ഒരു ചെറിയ ഫ്ലേവർ ഉണ്ട്. എനിക്ക് റൈസിനെക്കാട്ടിയും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ബീഫാണ്. അത്യാവശ്യം അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ റൈസും മയണൈസും തമ്മിലുള്ള കോമ്പിനേഷൻ അത്ര സെറ്റായില്ലെന്നാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. ഫുഡ് കുഴപ്പമില്ല. മയണൈസിലെ ഫസ്റ്റിലെ മുടി ഉണ്ടായിരുന്നു, അതൊക്കെയുള്ള പ്രശ്നങ്ങൾ. പിന്നെ ഫുഡിൻ്റെ റൈസ് കുറച്ച് ഫ്ലേവേർഡാണ്, പിന്നെ നല്ല കുറവാണ് ഫുഡ്. നമ്മൾ 3 പേര് 2 വട്ടം എടുത്തപ്പോൾ തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ വിമൽ? കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ റൈസ് കുറവാണ്, പക്ഷേ ബീഫൊക്കെ നല്ല ടെൻഡറായിട്ട് മെൽറ്റിങ് ഫ്രം മൗത്ത് ആയിരുന്നു. പർപ്പസ്യോ കുക്ക്ഡ് ആയിരുന്നു, കുഴപ്പമില്ലായിരുന്നു. ഈ ഏരിയ കിട്ടുന്നതിൽ ബെറ്റർ ആയിട്ടുണ്ടായിരുന്നല്ലേ? തലയാട്ട്. അതെ അതെ അതെ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ. ഇവിടെ ബീഫ് മന്തി, മട്ടൻ, ബീഫ് മന്തി, ചിക്കൻ മന്തി, മട്ടൻ മന്തി, ബിരിയാണി, ഇത്രയും സാധനങ്ങളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ കറക്റ്റ് സ്പോട്ട് വരുന്നത് നമ്മുടെ ആറ്റിങ്ങൽ പൂവൻപാറ അൽ ഹാജ റെസ്റ്റോറൻറ്റിലാണ്. അപ്പോൾ സ്പോട്ട് കറക്റ്റ് നിങ്ങൾക്ക് ആ റൂട്ടിൽ തന്നെ അറിയാൻ പറ്റും. ലെഫ്റ്റ് സൈഡിലാണ്, ട്രിവാൻഡ്രം പോകുന്ന റൂട്ടാണെങ്കിൽ ലെഫ്റ്റ് സൈഡിലാണ്. അത്യാവശ്യം ഓക്കെ മന്തിയാണ്, നല്ല മന്തിയാണ്. താല്പര്യമുള്ളതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.